بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب يسر ولا تعسر رب زدنا علما وحلما وحفظا وعقلا وأدبا كاملا رب تمم بالخير والسعادة برحمتك يا أرحم الراحمين اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما الحمد لله على كل حال ونعوذ بالله من أحوال أهل النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم إن الزمان قد استدار كهيئته يوم خلق الله السماوات والأرض السنة 12 شهرا منها 4 حرم 3 متواليات ذو القعدة ذو الحجة والمحرم ورجب مضر الذي بين جمادى وشعبان رواه البخاري رضي الله عنه أو كما قال سيدنا رسول الله صلى الله عليه وسلم الله سبحانه وتعالى പരിശുദ്ധവും പരിപാവനവുമായ മജ്‌ലിസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീൻ എല്ലാവർക്കും വളരെ എളുപ്പമായ ഒരു സംവിധാനമായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത്. അദ്ദീനു യുസ്റുൻ, ദീൻ വളരെ എളുപ്പമാണ്, ദീൻ വളരെ ലളിതമാണ്, ദീൻ വളരെ സുന്ദരമാണ്. മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്നിവേശിപ്പിച്ചിരിക്കുന്ന സവിശേഷമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അല്ലാഹു ആ മനുഷ്യന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. മനുഷ്യേതര സൃഷ്ടികളായ മലക്കുകളും മറ്റ് മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആ 2 സൃഷ്ടികളിലും അല്ലാഹു കൊടുത്തിട്ടുള്ള ഗുണങ്ങൾ ഒരുമിച്ച് സമ്മേളിച്ചിട്ടുള്ളവർ എന്ന നിലയിൽ മനുഷ്യനെ വളരെ പ്രാധാന്യത്തോടുകൂടി അല്ലാഹു പരിഗണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മലായികത്തിന്റെ ഗുണവും മൃഗീയതയും കൂടി ഒരുമിച്ച് സമ്മേളിച്ചവരാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ പെട്ടുകൊണ്ട് മനുഷ്യൻ ചിലപ്പോൾ മൃഗീയതകളിലേക്ക് നീങ്ങിയേക്കാം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി മനുഷ്യൻ അവന്റെ അരിതായ്മകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല ചാൻസുകളും അവസരങ്ങളും അവന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പരലോകത്തെയും സ്വർഗത്തെയും പറഞ്ഞ് അവനെ ആഗ്രഹിപ്പിച്ചുകൊണ്ട് നരകത്തെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷയുടെ കാഠിന്യത്തിൽ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെയും അവന്റെ സ്നേഹത്തെയും അവന്റെ വാത്സല്യത്തെയും പറഞ്ഞ് പതിപ്പിച്ചുകൊണ്ട് പലപ്പോഴും നന്മകളിലേക്ക് ചേർത്ത് നിർത്താറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചു തന്നിരിക്കുന്ന ഈ ഭൂമിയിലെ ഭൗതിക ജീവിതത്തിന് കൃത്യമായ ഒരു ഘടന അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. സൂറത്ത് തൗബയിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നു: ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആനിൽ 12 മാസങ്ങളെയാണ് മനുഷ്യ ജീവിതത്തിന് വേണ്ടി അല്ലാഹു സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്.
യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ ഇന്ന് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളെയാണ് വർഷത്തിൽ വെച്ചിരിക്കുന്നത്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽപ്പെട്ട 4 മാസങ്ങളെ അല്ലാഹു പവിത്രമാക്കി യുദ്ധം ഹറാമായ മാസമാക്കി അല്ലാഹു വെച്ചിരിക്കുന്നു. ദാലിക ദീനുൽ ഖയ്യിം, അത് അല്ലാഹുവിന്റെ ചൊവ്വായ കൃത്യമായ ദീനാണ്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, അതുകൊണ്ട് യുദ്ധം ഹറാമാക്കിയ പരിശുദ്ധമായ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളോട് ദുൽമ ചെയ്തു പോകാൻ പാടില്ല, അക്രമങ്ങൾ കാട്ടാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ള മാസങ്ങളെക്കാൾ കൃത്യമായിട്ട് ഈ മാസങ്ങളെ ശ്രദ്ധിക്കണം എന്ന് അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറയുകയുണ്ടായി. അതേ ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നത് കാണാം. ഇന്ന സമാന ഖദ് ഇസ്തദാറ കഹൈഅതിഹി യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച അന്ന് മുതൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി, മാസങ്ങളായി, ആഴ്ചകളായി, ദിവസങ്ങളായി. ആ ഒരു ചക്രഗതി അന്നേ തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. ഒരുപക്ഷെ ഗ്രിഗോറിയൻ കലണ്ടറൊക്കെ നിലവിൽ വന്നിട്ട് ഒരു പക്ഷേ BC-യും AC-യും ഒക്കെ പറയാനുണ്ടാവും. ക്രിസ്തുവിന് മുമ്പും ശേഷം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അതിനെ കണക്കാക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിലൂടെ മനുഷ്യന് പഠിപ്പിച്ച ഭൗതികമായ ദിവസങ്ങളെ ക്രമീകരിക്കുമ്പോൾ അള്ളാഹു അത് സംവിധാനിച്ചിരിക്കുന്നത് ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച അന്ന് മുതൽ ആ ഒരു ചക്രഗതി തുറന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ 4 മാസങ്ങളെ അള്ളാഹു പവിത്രമാക്കി വെച്ചിരിക്കുന്നു. അതിൽ ആയുധം എടുക്കാൻ പാടില്ല, അതിൽ പ്രതികാരം ചോദിക്കാൻ പാടില്ല, അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അതിന്റെ അത് ഒളിമ്പ് കാണിക്കാൻ പാടില്ല, അതിൽ പാപങ്ങൾ ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധയോടെ കരുതലോടെ കാത്തുവെക്കേണ്ട 4 മാസങ്ങളാണത്. അത് ഈ 12 മാസങ്ങൾ തുടർച്ചയായി കണ്ടിന്യൂ ആയിട്ട് വരുന്ന 3 മാസങ്ങളുണ്ട്. ഒരു വർഷം അവസാനിക്കുകയും അൽ മുഹറമോടുകൂടി അടുത്ത വർഷം തുടങ്ങുകയും ചെയ്യും. ഇതിങ്ങനെ ഓർഡറായിട്ട് വരുന്നെങ്കിൽ മറ്റൊന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഷഅബാനിന്റെയും ജുമാദയുടെയും ഇടയിലുള്ള ജുമാദൽ ഉഖ്റയുടെയും ഇടയിൽ വരുന്ന റജബ് മാസം. ഈ 4 മാസങ്ങളെയാണ് അല്ലാഹു പവിത്രമാക്കി പരിശുദ്ധമാക്കി വെച്ചിരിക്കുന്നത്. ഈ മാസത്തെ മഹാന്മാരായ ഉലമാക്കൾ, മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതർ വളരെ ഗൗരവത്തോടുകൂടി നമുക്ക് അതിന്റെ ഗൗരവവും അതിന്റെ മഹാത്മ്യവും നമുക്ക് വരച്ചു കാട്ടി തന്നിട്ടുണ്ട്. بيض صحيفتك السوداء في رجب بصالح الأمل المنجي من اللهب شهر حرام أتى من أشهر حرم إذا دعا الله داع فيه لم يغب طوبى لعبد زكى فيه له عمل فكف فيه عن الفحشاء والريب. നിന്റെ ഏടിനെ നമുക്കറിയാം, നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ഏടുകളാണ്. നമ്മുടെ ഓരോ രാവും പകലും നമ്മുടെ ജീവിതത്തിന്റെ പുസ്തകത്തിന്റെ പേപ്പറിന്റെ ഇരുവശങ്ങളാണ്. ഈ വശങ്ങളിൽ നന്മയും തിന്മയുമാണോ എഴുതി വെക്കേണ്ടത്, നന്മയും തിന്മയുമാണോ ചേർത്ത് വെക്കേണ്ടത് എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടതെന്ന് മുമ്പ് ദിവസം നമ്മളെ മജ്‌ലിസിൽ പറയുകയുണ്ടായി. മഹാന്മാരെ അതിനെ അങ്ങനെയാണ് വിശദീകരിച്ചു തരുന്നത്. നിന്റെ കറുത്തുപോയ ജീവിതത്തിന്റെ ഏടുകളെ പരിശുദ്ധമായ റജബ് മാസത്തിൽ നീ വെളുപ്പിച്ചു വെക്കണം. സാലിഹായ സൽക്കർമ്മങ്ങളെ കൊണ്ട് കറുത്തുപോയ നിന്റെ ജീവിതത്തിന്റെ ഏടുകളെ വെളുപ്പിക്കേണ്ട മാസമാണ് റജബ്. ശഹ്റുൻ ഹറാമുനക മിൻ അശ്ഹുരിൻ ഹുറുമി. അശ്ഹുറുൻ ഹുറുമ എന്ന അല്ലാഹുവും റസൂലും പരിചയപ്പെടുത്തിയ യുദ്ധം ഹറാമാക്കപ്പെട്ട പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നായ റജബ്. ഇദാ ദഅല്ലാഹ ദാഇൻ ഫീഹി ലം യഗ്ബി. അതിന്റെ അകത്ത് ഒരാൾ ദുആ ചെയ്താൽ അവനെ അല്ലാഹു അത് നിരാശനാക്കുകയില്ല, അവനെ ആ ദുആ തട്ടിക്കളയുകയില്ല. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രാധാന്യത്തോടു കൂടി അല്ലാഹു അവന്റെ ദുആയെ കാണുന്നതാണ്. ഒരടിമയ്ക്ക് എത്രയോ മംഗളങ്ങൾ നേരേണ്ട സമയമാണ്. ഈ പരിശുദ്ധ റജബ് വരുമ്പോ
അതിനെ ശ്രദ്ധിക്കുന്ന, അതിനെ സ്നേഹിക്കുന്ന, അതിനെ ഗൗനിക്കുന്ന, അതിനെ പരിഗണിക്കുന്ന ഒരടിമയെ സംബന്ധിച്ചിടത്തോളം സ്വാലിഹായ അമലുകൾ കൊണ്ട് സജ്ജനാവുകയാണെങ്കിൽ അവന് സർവ്വമംഗളങ്ങളും അരുതായ്മകളെ, അശ്ലീലങ്ങളെ, തെറ്റുകുറ്റങ്ങളെയൊക്കെ ഒഴിവാക്കി റജബിന്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ശ്രദ്ധിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്ന അടിമയ്ക്ക് സർവ്വമംഗളങ്ങളും എന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മൾ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ ആയത്തുകളെയാണ് പഠിച്ചു വന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച 54-ാമത്തെ ആയത്ത് പറഞ്ഞു. ഇപ്രാവശ്യം നമുക്ക് ഇതിനോട് ചേർത്ത് പറയാനുള്ളത് 55-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ മനഅൻ നാസ യുഅ്മിനൂ ഇദ് ജാഅഹുൽ ഹുദാ വയസ്തഗ്ഫിറൂ റബ്ബഹും ഇല്ലാ അൻ തഅതിയഹും സുന്നത്തുൽ അവ്വലീന ഔ യഅതിയഹുൽ അദാബു ഖുബ്ലാ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ചോദിക്കുകയാണ്, വമാ മനഅൻ നാസ, ജനങ്ങളെ തടഞ്ഞ കാര്യം എന്താണ്? അയ്യുഅ്മിനൂ, ഈമാൻ കൊള്ളാൻ, വിശ്വസിക്കാൻ ജനങ്ങൾക്ക് തടസ്സമായി നിന്നത് എന്താണ്? ഇജ്ജാഅഹുൽ ഹുദാ, അവരുടെ സന്മാർഗം വന്നിട്ട്, അവരുടെ ഖുർആൻ വന്നിട്ട് എന്താ ഇനി ഈമാൻ കൊള്ളാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു? ഇനി ഈമാൻ കൊള്ളാൻ നിങ്ങൾ താമസിക്കുന്നത് എന്താ? അല്ലാഹു ചോദിക്കുകയാണ്, എന്നിട്ട് അവരുടെ നാഥനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, അവരുടെ നാഥനോട് പൊറുക്കലിനെ തേടാൻ എന്ത് മനുഷ്യന്മാരെ തടയുന്നത്? ഇല്ലാ അൻ തഅതിയഹും സുന്നത്തുൽ അവ്വലീൻ, മുൻഗാമികളായ സമൂഹങ്ങളിൽ കഴിഞ്ഞുപോയ അല്ലാഹുവിന്റെ നടപടിക്രമം അവരിലേക്ക് വന്നു ചേർണമെന്ന് അവർ കാത്തിരിക്കുകയാണോ? മുമ്പ് ഒരുപാട് ആദും സമൂഹവും ഇറങ്ങും അങ്ങനെ പലതരം ഗോത്രങ്ങൾ കടന്നുപോയില്ലേ? അല്ലാഹു ഭൂമിയിൽ സർവ്വസൗകര്യങ്ങളും സംവിധാനങ്ങളും സുഖഭോഗങ്ങൾക്ക് ആവശ്യം പോലെ വാരിക്കോരി കൊടുത്തിട്ട് അല്ലാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചപ്പോ അല്ലാഹു അവരിൽ നിന്ന് കൃത്യമായ നടപടികൾ, അല്ലാഹുവിന്റെ നടപടി ക്രിയകൾക്ക് വിധേയരായി പോയ കാറ്റുകൊണ്ടും മഴ കൊണ്ടും വെള്ളപ്പൊക്കം കൊണ്ടും കോപ്പിന്റെ ശക്തമായ ഘോര ശബ്ദം കൊണ്ടുമൊക്കെ നശിപ്പിച്ചു കളഞ്ഞ മുൻഗാമികളുടെ ചരിത്രങ്ങൾ ആവർത്തിക്കണമെന്നാണോ മനുഷ്യൻ കൊതിച്ചിരിക്കുന്നത്? എന്തേ മനുഷ്യന് മടങ്ങിയാൽ, എന്തേ മനുഷ്യന് ഈമാൻ കൊണ്ടാൽ, എന്തേ മനുഷ്യന് ഇസ്തിഗ്ഫാർ ചെയ്താൽ അല്ലാഹു ചോദിക്കുകയാണ്, അതല്ല ശിക്ഷ വരണം എന്ന നിർബന്ധം അവർക്കുണ്ടോ? ശിക്ഷ കണ്ടെങ്കിലേ അനുസരിക്കും, പണി കിട്ടിയെങ്കിലേ പാഠം പഠിക്കും എന്നൊരു ചിന്തയുണ്ടോ അവർക്ക്? അല്ലാഹു ചോദിക്കുകയാണ്. നമ്മളെല്ലാവരോടുമാണ് അന്നാസ്, അന്നാസ് എന്ന് പറയുന്ന പേരിൽ ആരെല്ലാം ഉൾപ്പെടുന്നു അവരോടൊക്കെയാണ് ചോദ്യം. വിശുദ്ധമായ ഖുർആൻ പലപ്പോഴും അവതീർണമാകുന്നത് ഒരു പ്രശ്നത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യമായിട്ട് ചേർത്തിട്ടാണെങ്കിൽ പോലും അതിന്റെ പ്രായോഗികത, അതിന്റെ മുഖാത്തബീങ്ങളിൽ, അതിന്റെ അഭിസംബോധകരിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുന്നു എന്നാണ്. വിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നത് പ്രശ്നത്തിലായിരിക്കും, ഒരു വിഷയത്തിലായിരിക്കും, പക്ഷെ അതിന്റെ സംബോധനത്തിലായിട്ട് വരുന്നത്, അതിന്റെ കൽപ്പനകളിൽ ബാധകമായിട്ട് വരുന്നത് എല്ലാവരോടും ചെറുത്താണ്. ഇവിടെ ഖുർആന്റെ തഫ്സീർ നോക്കിയാൽ മുശ്രിക്കീങ്ങളായോ മറ്റാരെങ്കിലും ഒക്കെയാണ് അന്നാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാമെങ്കിലും അന്നാസ് എന്ന് പറയുന്നതിന്റെ അകത്ത് വരുന്ന നാം ഓരോരുത്തരും ഈ ചോദ്യത്തിന്റെ ഉള്ളിൽ വരികയാണ്. ജനങ്ങൾക്ക് തടസ്സമായത് എന്താ? അവർക്ക് ഈമാൻ കൊള്ളാൻ, അവരുടെ ഖുർആൻ വന്നപ്പോ എന്നിട്ട് അവർക്ക് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്തൂടെ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സത്യവിശ്വാസികൾക്ക് നേരമായിട്ടില്ല ഇതുവരെയും? സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ ഖുശൂഇലേക്ക്, ഖുദൂഇലേക്ക്, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയിലേക്ക് വരാൻ ഇനി നേരമായിട്ടില്ല. ഇനി എന്തിനെ കാത്താണ് ഇവരിയ്ക്കുന്നത്? എന്തിനെ പേടിച്ചാണ് ഇവരിയ്ക്കുന്നത്? നമുക്കറിയാം, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം പറയുന്നിടത്ത് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആകുന്നതിന് മുമ്പ് വളരെ മോശപ്പെട്ട ഒരു ജീവിതം നയിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞുമകള് കുഞ്ഞുനാളിലെ വളരെ സ്നേഹിച്ച് ലാലിച്ച് വളർത്തിയിരുന്ന ഒരു കുഞ്ഞുമകൾ മരണപ്പെട്ടു പോയി. അങ്ങനെ ആ കുഞ്ഞിനെ വരവിട്ട ശേഷം സ്വപ്നം കാണാൻ ഇടയായി. നാളെ പരലോകത്ത് കുഞ്ഞുമക്കളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു കൊട്ടാരത്തിന്റെ വാതിൽക്കൽ കുഞ്ഞുമക്കൾ അവിടെ ഉല്ലസിച്ച് കളിക്കുമ്പോ അതിലേക്ക് ഓടിച്ചെന്ന ഈ പിതാവിന്റെ അടുക്കിലേക്ക് മടിയിൽ കയറി ഇരുന്നിട്ട് മോറ് ചോദിച്ചൊരു ചോദ്യമുണ്ട്.
അതുവരെ കള്ളു കുടിച്ച് മത്തായി നടന്ന പിതാവിനോട് ആ സ്വപ്നത്തിൽ ആ മോൾ താടിയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യമാണ് ചോദിച്ചത്. അലം യഗ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക്, അല്ലാഹുവിന്റെ ഓർമ്മയിലേക്ക് മടങ്ങിച്ചെല്ലാൻ, പരിവർത്തനത്തിന്റെ പാതയിലൂടെ നടന്നു വരാൻ സത്യവിശ്വാസികൾക്ക് ഇനിയും നേരമായിട്ടില്ലേ? മാറാൻ, ചിന്തിക്കാൻ ഇനിയും സമയമായിട്ടില്ലേ എന്നൊരു ചോദ്യം സൂറത്തുൽ ഹദീദിലൂടെ അല്ലാഹു പറയുന്നത് ഈ ആയത്തെടുത്ത് വെച്ചുകൊണ്ടാണ് ഈ മകൾ ഉപ്പയോട് ചോദിക്കുന്നത്. ആ ഉപ്പ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്നു. പിന്നെ നല്ല മനുഷ്യനായി ജീവിച്ച സംഭവമാണ് കിതാബുകളിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ അല്ലാഹു ചോദിക്കുന്നതാണ്, നീ എന്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്? ഖുർആൻ വന്നിട്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കുറെ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു. ഖുർആൻ നമ്മൾ കേൾക്കുന്നു, ഖുർആൻ നമ്മൾ പഠിക്കുന്നു. നല്ല നല്ല ഈദുല്ലയ്യാം എന്ന് പറയുന്ന വെള്ളിയാഴ്ചകൾ വന്നു പോകുന്നു. ഏറ്റവും മഹത്തായ ദിനരാത്രങ്ങൾ നമ്മളിൽ വരുന്ന കഴുകി കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകണ്ടേ? ഇനിയും ഉണ്ടാക്കണ്ടേ? അത് എന്തിനു വേണ്ടിയാ നമ്മൾ കാത്തിരിക്കുന്നത്? അടുത്തൊരു റജബ്, അടുത്തൊരു ശഅബാൻ, അടുത്തൊരു റമദാൻ. നമുക്ക് വല്ല പ്രതീക്ഷയുമുണ്ടോ? നമുക്ക് വലിയ ഗ്യാരണ്ടിയുമുണ്ടോ? ഒന്നൊരു ഗ്യാരണ്ടി ഇല്ലാത്ത, കേവലം ഒരു പേനയുടെ, കേവലം ഒരു വസ്തുവിന്റെ ഗ്യാരണ്ടി പോലും ഇല്ലാത്തവനാണ് മനുഷ്യൻ. മനുഷ്യന് അത്ര വലിയ ഒരു ചെറിയൊരു പേനയ്ക്ക് പോലും ഒരു ഗ്യാരണ്ടി കൊടുക്കാം. പക്ഷെ മനുഷ്യന് ഒരു ഗ്യാരണ്ടിയുമില്ല. എപ്പോഴും അവസാനിച്ചു പോകാവുന്ന ഒരു പ്രതിഭാസമാണ് മനുഷ്യൻ. അപ്പോ ഈ മനുഷ്യനെ വെച്ചുകൊണ്ട്, ഈ മനുഷ്യനാകുന്ന നാം ഓരോരുത്തരും നമ്മൾ ചിന്തിക്കുക. നമ്മുടെ മുന്നിലുള്ള റജബുകൾ വന്നുപോയി ഒരുപാട്, ശഅബാനുകൾ, റമദാനുകൾ വന്നുപോയി ഒരുപാട്. റമദാൻ നമ്മുടെ പരിവർത്തനത്തിന്റെ മാസമാണെങ്കിൽ ഉമ്മത്തിന് വേണ്ടി അല്ലാഹു സംവിധാനിച്ചു വെച്ചിരിക്കുന്ന ഒരു പരിവർത്തനത്തിന്റെ ഓഫറുകളുടെ കൂമ്പാരമാണ് പരിശുദ്ധ റമദാൻ. പക്ഷെ റമദാനിലല്ല അത് തുടങ്ങേണ്ടത്. അത് റമദാനിലല്ല തുടങ്ങേണ്ടത്. അത് തുടങ്ങേണ്ടത് റജബിലാണ്. റജബിൽ വിത്തിടുകയും ശഅബാനിൽ നനയ്ക്കുകയും റമദാനിൽ കൊയ്യുകയുമാണ് വേണ്ടത് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ജാമിഅ സഹീഹ് നിവേദനം ചെയ്യുന്ന ഹദീസ് അൽ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റജബുൻ ശഹ്റുല്ലാഹ് വ ശഅബാൻ ശഹ്രി വ റമദാൻ ശഹ്റു ഉമ്മത്തി. റജബ് അല്ലാഹുവിന്റെ മാസമാണ്, ശഅബാൻ എന്റെ മാസമാണ്, റമദാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമദാനെ വരവേൽക്കാൻ വേണ്ടി അല്ലാഹു രണ്ടുപേരെ ആദ്യമേ അയച്ചിരിക്കുകയാണ് നമ്മളിലേക്ക്. ആദ്യമായിട്ട് കാറ്റടിക്കും, പിന്നെ മേഘം വരും, പിന്നെ മഴ വരും. അമലുകൾ 10-12 മാസം അല്ലെങ്കിൽ 12 മാസം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 12 മാസങ്ങളിൽ കുറെ മാസങ്ങൾ നമ്മളിങ്ങനെ ഈ ഒരു അമൂല്യമായ സാഹചര്യങ്ങളിൽ നിന്ന് നേടിയെടുത്ത ഈമാനിന്റെ ആ ഒരു ശക്തിയെ കുറെ കാലം ജീവിച്ചു പോകും. കുറെ നാൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ നിന്ന് അമലുകൾ ഇറങ്ങിപ്പോകും. ഈമാൻ ബലഹീനമായി പോകും, അമലുകൾ നന്നായി കുറഞ്ഞു പോകും. നിസ്കാരത്തിൽ ശ്രദ്ധയില്ല, ഓതലിൽ ശ്രദ്ധയില്ല, ദിക്റിൽ ശ്രദ്ധയില്ല, ഒന്നിനും ശ്രദ്ധയില്ല. അതിനനുസരിച്ച് പാപങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടും. അപ്പൊ പാപങ്ങൾ കുമിഞ്ഞു കൂടും. അല്ലാഹു സുബ്ഹാനഹു വ തആല റജബ്, ശഅബാൻ, റമദാൻ എന്ന് പറയാണ്, ഈ റജബിൽ വിത്തിട്ടുകൊള്ളി. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാസമാകുന്ന ശഅബാനിൽ അത് നനയ്ക്കി, എന്നാൽ നിനക്ക് റമദാനിൽ കൊയ്യാം. റമദാനിന്റെ പിറകണ്ടിട്ടല്ല റമദാൻ നേടാൻ വേണ്ടി ഇറങ്ങാനുള്ളത് സത്യവിശ്വാസികൾ. റമദാനിൽ കയറിയിട്ടല്ല മാറ്റത്തെ കുറിച്ച് ചിന്തിക്കാനുള്ളത് മുഅ്മിനീങ്ങൾ. അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ റജബിൽ തുടങ്ങണം. അതാ പറഞ്ഞത്, അള്ളാന്റെ മാസം എന്നാ പരിചയപ്പെടുത്തി എന്ന് പറയുന്ന ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും ഏറ്റവും കുറഞ്ഞ ഇങ്ങനെ മനസ്സിലാക്കുക, റജബ് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. കുറെ പാപങ്ങൾ ചെയ്തു നമ്മുടെ ഏടുകൾ കറുത്തുപോയാൽ, നമ്മുടെ ഹൃദയങ്ങൾ കറുത്ത് പരിപാലിച്ച് കഠിനമായി പോയാൽ, കുറെ അവസ്ഥകളിൽ നിന്ന് മാറാൻ തുടങ്ങുമ്പോ മാറ്റത്തിന്റെ തുടക്കം വരുന്നത് ഇസ്തിഗ്ഫാറിലൂടെയാണ്. റമദാൻ ആസ്വദിക്കണമോ, ലൈലത്തുൽ ഖദ്ർ നേടണമോ, അതിലൊക്കെ കാത്തു വെച്ചിരിക്കുന്ന റഹ്മത്തും മഗ്ഫിറത്തും നേടിയെടുക്കണമോ, സലാത്ത് കൊണ്ട് ശഅബാനിനെ സജീവമാക്കണമോ, ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇഷ്ക് കൊണ്ട് മഹബ്ബത്ത് കൊണ്ട് പരിശുദ്ധ ശഅബാനെ ധന്യമാക്കി മാറ്റണമോ, റജബിൽ തുടങ്ങണം എന്നാണ് സൂചിപ്പിക്കുന്നത്. റജബ് മുതൽ അത് ആരംഭിക്കണം. റജബിൽ വിത്തിടണം. റജബിൽ എങ്ങനെ വിത്തിടുന്നത്? ആദ്യം ഒരു സ്ഥലത്ത് വിത്തിടണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഹദരിയും പറ്റും തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? നമ്മളെ പരേതത്തിൽ JCB ഇറക്കിയിട്ട് നല്ലതുപോലെ വൃത്തിയാക്കി.
എന്നിട്ട് അത് ആളിറക്കി നിലം മുഴുവൻ മറച്ച് വൃത്തിയാക്കി. എന്നിട്ട് അതിന്റെ അകത്താണ് കൊണ്ടുപോയി നമ്മൾ ധാന്യം വെച്ചത്, അതിന്റെ അകത്താണ് നമ്മൾ കണ്ടു നട്ടത്, അതിന്റെ അകത്താണ് നമ്മൾ വിത്ത് വെച്ചത് എന്ന് നമുക്കറിയാം. അപ്പൊ ആദ്യം ചെയ്യേണ്ട കർമ്മം നമ്മുടെ ഹൃദയങ്ങളിൽ അതിനെ വൃത്തിയാക്കി എടുക്കലാണ്. വൃത്തിയാക്കാനുള്ള വഴി ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാറാണ് വൃത്തിയാക്കാനുള്ള വഴി. മഹാനായ അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നത് മർഫൂആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അക്സറു മിനൽ ഇസ്തിഗ്ഫാരി ഫീ ശഹ്രി റജബ് ഫഇന്ന ലില്ലാഹി ഫീ കുല്ലി സഅത്തിൻ മിൻഹു തഖാമിനൻ നാർ. റജബ് വന്നാൽ നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. വല്ലാതെ ഇസ്തിഗ്ഫാർ ചെയ്യണം, വല്ലാതെ പൊറുക്കലിനെ തേടണം. പൊറുക്കലിനെ തേടി അകവും പുറവും പരിശുദ്ധമാക്കി വെക്കണം. കാരണം നരകത്തിൽ നിന്ന് ഒരുപാട് ഉൾത്തക്കാക്കൾ ഈ മാസത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു നരകമോചനം കൊടുക്കുന്ന ഒരുപാട് ഘടനകളുണ്ട് എന്നത് കാണാൻ പറ്റും. وقد سمعت بعض المشايخ ان يستغفروا في هذا الشهر كثيرا ويقول استغفر الله ذا الجلال والاكرام من جميع الذنوب والاخطاء. അതിന്റെ വചനങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ الذنوب والاخطاء. എല്ലാ അരുതായ്മകളിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞാൻ ഇങ്ങനെ പൊറുക്കലിനെ തേടുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇസ്തിഗ്ഫാറിലൂടെ പരിശുദ്ധമായ മാസത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിന്റെ സ്വാധീനങ്ങൾ ഉണ്ടായി വരട്ടെ. നമ്മൾ മാറ്റങ്ങൾക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ വലിയ കെടുതികളാണ് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത്. മുഅ്മിനീങ്ങളെ, ഇസ്തിഗ്ഫാറിന് ഒരുപാട് പ്രാധാന്യങ്ങൾ വിശുദ്ധമായ ഖുർആനിലും ഹദീസിലും മഹാന്മാരുടെ വാക്കുകളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. സൂറത്തുൽ നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കൂ, എന്നാൽ ആകാശത്തു നിന്ന് ആവശ്യം പോലെ മഴ നിങ്ങൾക്ക് അല്ലാഹു വർദ്ധിച്ചു തരും. യുർസിൽ അലൈക്കും, അല്ലാഹു മിദ്റാറൻ കോരിച്ചൊരിയുന്ന മഴ വേണോ? ഇസ്തിഗ്ഫാർ ചെയ്യ്. സമ്പത്തിലും സന്താനങ്ങളും ഐശ്വര്യവും അഭിവൃദ്ധിയും വർദ്ധനം വേണോ? ഏറെ ഇസ്തിഗ്ഫാർ ചെയ്യ്. ഒരുപാട് പ്രയോജനങ്ങൾ മഹാന്മാർ ഇസ്തിഗ്ഫാർ പറയുന്നുണ്ട്. അതിൽപ്പെട്ട പ്രയോജനമാണ് ആകാശത്തു നിന്ന് മിദ്റാർ എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴ കിട്ടും. അള്ളാഹു അവന്റെ ഫലവർഗങ്ങളിൽ, അവന്റെ വിളയിൽ, അവന്റെ പുരയിടത്തിൽ ഒരുപാട് കൃഷിയും വിഭവങ്ങൾ കൊടുക്കാൻ ഇസ്തിഗ്ഫാർ കാരണമാണ്. അതുപോലെ അള്ളാഹുവിന്റെ ഇൻആം ഉപജീവനത്തിൽ, സന്താനങ്ങളിൽ അത് വർദ്ധിപ്പിച്ചു തരാൻ ഇസ്തിഗ്ഫാർ കാരണമാണ്. താഅത്തുകൾക്ക് നന്മകൾ ചെയ്യാൻ കഴിയുന്നില്ല നമുക്ക് പലപ്പോഴും. നിസ്കരിക്കാൻ കൂടുതൽ നിസ്കരിക്കുന്ന ആളുകളോട് പക്ഷെ കഴിയുന്നില്ല. കൂടുതൽ നോമ്പ് പിടിക്കുന്ന ആഗ്രഹം കഴിയുന്നില്ല. തസ്ബീഹ്, തദ്കീർ പലതും ചെയ്യാൻ ആഗ്രഹിക്കുന്ന പക്ഷെ കഴിയുന്നില്ല. ഇസ്തിഗ്ഫാർ ചെയ്ത് നോക്കി അതിന് തൗഫീഖ് കിട്ടും. മറ്റൊന്ന്, സ്ഥിരമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവന് ദുനിയാവ് ചെറുതായിട്ട്, അതാണ് വലിയ കാര്യം. ദുനിയാവ് ചെറുതാവുകയും ആഖിറം വലുതാവുകയും ചെയ്താൽ രക്ഷപ്പെട്ടു. അതുണ്ടാകണോ? ഇസ്തിഗ്ഫാർ ചെയ്യും. അടുത്ത മറ്റേ ആറാമത്തെ കാര്യം, ജിന്ന് ഇൻസിൽ നിന്ന് അവൻ അകന്നു നിൽക്കണോ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. മറ്റൊന്ന്, ഈമാനിന്റെയും ത്വാഅത്തിന്റെയും മാധുര്യം അനുഭവിക്കണോ? അതിന് ഇസ്തിഗ്ഫാർ കാരണമാണ്. അല്ലാഹുവിന്റെ മഹബ്ബത്തിനും അതുപോലെ ബുദ്ധിയിലും ഈമാനിന്റെയും വർദ്ധനവിന് ഇസ്തിഗ്ഫാർ കാരണമാണ്. ടെൻഷനും വിഷമവും പ്രയാസവും പോവുകയും ഉപജീവനം വിശാലമാവുകയും ചെയ്യാൻ ഇസ്തിഗ്ഫാർ കാരണമാണ്. എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നുവോ പടച്ചറബ് അവനിലേക്ക് തിരിയും, അവനിലേക്ക് നോക്കും. അവൻ പടച്ചറബിലേക്ക് വരുന്നത് പടച്ചവന് ഭയങ്കര ഇഷ്ടമാണ്. പലപ്പോഴും റിയാദ് സാലിഹീൻ പറഞ്ഞ സംഭവം ഈ മജ്‌ലിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരടിമ ഇസ്തിഗ്ഫാർ ചെയ്ത് അവൻ ചെയ്തുകൊണ്ടിരുന്ന ജീവിതത്തിന്റെ അരുതായ്മകളിൽ ഒഴിഞ്ഞു മാറി അല്ലാഹുവിലേക്ക് തിരിയുമ്പോൾ അല്ലാഹുവിനുള്ള സന്തോഷത്തെ കുറിച്ച് അതിൽ ഉപമയായിട്ട് പറയുന്നുണ്ട്. മരുഭൂമിയിൽ ആരോരുമില്ലാത്ത മരുഭൂമിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ തന്റെ ഭക്ഷണവും വസ്ത്രവും സർവ്വതും സംഭരിച്ചു വെച്ചിരിക്കുന്ന ഒട്ടകം, അതാണ് ഒരു മനുഷ്യനെ മരുഭൂമിയിലെ ജീവസുറ്റതാക്കുന്നത്, ജീവനുള്ളതാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് മിസ്സായി പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവിടെ അവസാനിച്ചു. അങ്ങനെ ഒട്ടകം മിസ്സായി പോയതിനു ശേഷം അങ്ങും ഇങ്ങും കലങ്ങും വിലങ്ങും അന്വേഷിച്ചു നിന്നതിന് ശേഷം അവസാനം തന്റെ മുന്നിൽ ഒട്ടകത്തെ കാണുമ്പോ അവൻ ഇങ്ങനെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ അവൻ റബ്ബിനെ സ്തുതിച്ചു പോകുന്നതിനെ കുറിച്ച് അതിന്റെ അകത്ത് പറയുന്നുണ്ട്. ഞാൻ നിന്റെ റബ്ബാണ്, നീ എന്റെ അടിമയെന്നൊക്കെ അല്ലാഹുവിനോട് പറയുന്ന മനസ്സിന്റെ താളം തെറ്റിയിട്ട് പറയുന്നത് മറുപടിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? സന്തോഷത്തിന്റെ ആധിക്യം കാണത്തിനാൽ. അങ്ങനെയുള്ള ഒരാളിന്റെ സന്തോഷത്തെക്കാൾ അധികം സന്തോഷം
ശേഷമത്രേ ഒരടിമ ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് അരുതായ്മയിൽ നിന്ന് മാറി റബ്ബിലേക്ക് ചേർന്ന് നിൽക്കുന്നത്, റബ്ബിന്റെ ഭാഗത്തേക്ക് നടന്നെടുക്കുന്നത്. അത്ര കൊതിയോട് സ്നേഹത്തോടെ കൊതിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. 12ാമത്തെ കാര്യം, ഒരാള് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആൾ മരിച്ചാൽ സന്തോഷത്തോടെ മലക്കുകൾ മനുഷ്യനെ ഏറ്റുവാങ്ങി സ്വീകരിക്കും എന്ന. 13ാമത്തെ കാര്യം, ഖിയാമത്ത് നാൾ ജനങ്ങൾ ശക്തമായ ചൂടിലും വിയർപ്പിലുമാകുമ്പോ ഈ മനുഷ്യൻ അർശിന്റെ തണലിലായിരിക്കും. 14ാമത്തെ കാര്യം, മനുഷ്യന്മാരും മൗഖിഫിൽ നിന്ന് മഹ്ശറിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോ മുസ്തഗ്ഫിരീങ്ങൾ, പാപമോചനം ചെയ്തവരും, അഹ്ലുൽ യമീൻ അസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാര് ഇടതുപക്ഷക്കാര് എന്ന രണ്ട് പക്ഷക്കാരായിട്ട് സ്വർഗ്ഗത്തിൽ ഒരു കൂട്ടർ വലതേക്കും ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിന്നാർ, ഒരു കൂട്ടർ സ്വർഗ്ഗത്തിലേക്കും ഒരു കൂട്ടർ നരകത്തിലേക്കും മാറ്റി നിർത്തപ്പെടുമ്പോ സ്വർഗ്ഗത്തിന്റെ ടീമിൽ പെടണോ, സ്വർഗ്ഗത്തിന്റെ പാർട്ടിയിൽ പെടണോ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും എന്ന്. 15ാമത്തെ കാര്യം, വ്യക്തിപരമാവും സാമൂഹികമായിട്ടുള്ള അരുതായ്മകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ഈ ഇസ്തിഗ്ഫാർ സബബാകും. 16ാമത്തെ കാര്യം, പരിശുദ്ധ റബ്ബിന്റെ അർശിൽ നിൽക്കുന്ന മലക്കുകൾ ഈ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിന് വേണ്ടി ദുആ ചെയ്യുമത്രേ. മഹാനായ നൂറുദ്ദീൻ അബ്ദുൽ ഹസൻ സംഹൂദി എന്നവർ ക്രോഡീകരിച്ച ഒരു ഭാഗമാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇസ്തിഗ്ഫാർ ചെറിയ കാര്യമല്ല, ഇസ്തിഗ്ഫാർ വലിയ കാര്യമാണ്. നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇസ്തിഗ്ഫാർ കൊണ്ട് അവർക്ക് അല്ലാഹു ഒരുപാട് ദറജകൾ ഉയർത്തി കൊടുക്കുന്നതാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഇർശാദുൽ ഇബാദിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. ഇഖ്വാനി ഇൻ കുന്തും ആസി, നിങ്ങൾ പാപികളായിട്ട് ജീവിച്ചവരാണെങ്കിൽ ഫഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഇന്നാ തുകഫിറു ദുനൂബ വൽ ഇസ്യാൻ വഇൻ കുന്തും ത്വായിന ഫജദ്ദിദു ഈമാനകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അതിന്റെ ഹഖീഖത്തോടു കൂടി അക്ഷരശുദ്ധിയോടു കൂടി ധാരാളം പറയും. പാപങ്ങൾ പുറത്ത് ഹൃദയം തുറക്കാൻ അത് കാരണമാണ്. നിങ്ങൾ ആസികളാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ പുറക്കും, നിങ്ങൾ അനുസരണമുള്ളവരാണെങ്കിൽ ഈമാനെ പുതുക്കും. ജദ്ദിദു ഈമാനകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ആവർത്തിച്ച് ചെല്ലണം. എങ്ങനെ ചെല്ലണം? ഒരാളൊരു പിക്കാസ് കൊണ്ടൊരു പാറയിൽ ആഞ്ഞടിക്കുന്നത് പോലെ, കടുത്തുപോയ ഹൃദയത്തിന്റെ ഭിത്തിയിലേക്ക് ആഞ്ഞടിക്കുന്ന ശബ്ദം പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഓരോന്നും അവന്റെ ഹൃദയത്തിലേക്ക് ചെന്ന് പതിക്കുമ്പോ ആ ഹൃദയം സജീവമാകുകയാണ്, ആ ഹൃദയം ഉണരുകയാണ്. അവിടെ ഈമാനിന്റെ വെളിച്ചവും ഈമാനിന്റെ പ്രഭയും വരും. അവിടെ നിന്ന് ശൈത്താൻ ഒഴിഞ്ഞു പോകും. ദുനിയാവിനോടുള്ള സ്നേഹം അവിടുന്ന് കുറേശ്ശെ ഇല്ലാതായി വരും. അതുകൊണ്ട് മഹാനോട് പറയാണ്, നിങ്ങൾ ആശയങ്ങളാണെങ്കിൽ പാപം പൊറുക്കുവാനും, അല്ല നിങ്ങൾ ത്വാഈങ്ങളാണെങ്കിൽ ഈമാൻ പുതുക്കുവാനും ഇത് കാരണമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസം 70-നും 100-നും ഇടയിൽ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുമായിരുന്നു എന്നാണ്. മൻ അക്സറ മിൻ ഇസ്തിഗ്ഫാരി ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ വ മിൻ കുല്ലി ദീകിൻ മഖ്റജ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവന് കൊടുക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ എല്ലാ ടെൻഷനും മാറും, എല്ലാ ഇടുക്കവും മാറും. അവൻ അറിയാത്ത വഴിയിലൂടെ അല്ലാഹു അവന് ഉപജീവനം ചെയ്തുകൊണ്ടേയിരിക്കും. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ, എനിക്കൊരു അമൽ പറഞ്ഞു തരുന്ന നബിയെ, എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഒരു അമൽ പറഞ്ഞു തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എനിക്കെന്നെ കഴിയില്ല നബിയെ, മറ്റൊന്ന് എനിക്ക് പറഞ്ഞു തരിക. അപ്പോൾ പറഞ്ഞു, ഫസ്തഗ്ഫിരില്ലാഹ അസ്സഗ്ഫിറുല്ലാഹ കുല്ലു മിൻ ബഅദ സലാത്തിൽ അസ്രി 70 മറ. അസ്ർ നിസ്കരിച്ചിട്ട് നിങ്ങൾ 70 പ്രാവശ്യം അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക. അപ്പോൾ അയാൾ ചോദിച്ചു, 70 വർഷത്തെ പാപം എന്റെ ഏടുകളിൽ ഇല്ലെങ്കിലോ? അപ്പോൾ പറഞ്ഞു, നിന്റെ ബന്ധുക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മാന്യനാണ്. അല്ലാഹുവിൽ നിന്ന് നമ്മളത് പൊരിച്ചാൽ പ്രതീക്ഷിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് അതേപോലെ നടപ്പിലാക്കി തരും. അല്ലാഹുവിൽ നമ്മൾ എന്താണോ അനാ ഇൻദല്ലി അബ്ദീ ബി എന്നാണ്, എന്റെ അടിമ എന്നിൽ നിന്ന് എന്ത് കൊതിക്കുന്നുവോ, എന്റെ അടിമ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവോ അതുപോലെ ഞാൻ അവനോടാകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്, നമ്മൾ പടച്ചറബിൽ നിന്ന് കാക്കേണ്ടത് പരിശുദ്ധ റജബിൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത. അല്ലാഹുവിന്റെ മാസം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം അതാണ്.
ആദ്യം നമ്മുടെ ഹൃദയത്തിനെ വൃത്തിയാക്കണം ഇസ്തിഗ്ഫാർ കൊണ്ട്, പാപമോചനം കൊണ്ട്, തൗബ കൊണ്ട്. എന്നിട്ട് ആ സ്ഥലത്ത് അള്ളാഹുവിനെ പ്രതിഷ്ഠിക്കണം, അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കണം, അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ പറയണം, അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ കേൾക്കണം, അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം, അള്ളാഹുവിനെ ഓർത്ത് കരയണം. നാളെ അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞ 7 കൂട്ടരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് 7 കൂട്ടരിൽ ഒരാളാണ്. വമൻ തദക്കറ റബ്ബൽ മുഹൈമീന ഖാലിയ ഫഫാദതു ബിഹി ഐനാഹു ഖൗഫൻ കാലി. ഒറ്റയ്ക്കിരിക്കുമ്പോ, സ്പെഷ്യലി പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോ ഒന്ന് റബ്ബിനെ ഓർത്ത് നോക്കിയിട്ടു, എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തു എന്റെ റബ്ബിനോട്, എന്റെ റബ്ബ് എന്തെല്ലാം സ്നേഹവായ്പകൾ നടത്തി. എന്നിട്ടും ധിക്കാരങ്ങളും അനുസരണക്കേടുകളും മാത്രം തിരിച്ചു കൊടുത്തൊരു ധിക്കാരിയാണ്, പാപിയാണ്, ദോഷിയാണ് ഞാൻ. നമ്മളൊക്കെ ചെയ്തത് വെച്ച് നോക്കുമ്പോ, നമ്മളൊക്കെ കാട്ടിക്കൂട്ടുന്നത് വെച്ച് നോക്കുമ്പോ എന്നേ ഈ ലോകത്ത് അപ്രത്യക്ഷമായി പോകുമായിരുന്നു നമ്മൾ. പക്ഷേ പടച്ചറബവന്റെ കരുണ കൊണ്ട്, കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട് അവൻ വിട്ടുവീഴ്ച ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ. ഇസ്തിഗ്ഫാർ പറയുമ്പോൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു മനസ്സിലാക്കി. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുമ്മ അൻത റബ്ബി, നീ എൻ്റെ റബ്ബാണ്. കിതാബുകളിലൊക്കെ കാണാം, അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് അടിച്ചു നോക്കി അത് വരും. റജബിൽ അധികരിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹുമ്മ അൻത റബ്ബി لا إله إلا أنت خلقتني وأنا أعبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتي عليك وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറുകളുടെ നേതാവ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുവേ എനിക്ക് പൊറുക്കണേ എന്ന് പറയുന്നതൊക്കെ പാപമോചനമാണ്. പക്ഷെ ആ വചനങ്ങളുടെ കൂട്ടത്തിൽ അതിന്റെ നേതാവായി, അതിന്റെ മുഖ്യ വചനമായി മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഹദീസുകളിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു വചനം. ഇവിടെയൊക്കെ ദർസിലൊക്കെ രാവും പകലും ഒക്കെ കുട്ടികൾ പതിവാക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹുമ്മ അൻത റബ്ബി, നീ എൻ്റെ റബ്ബാണ്. ഖലഖതനി, നീ എന്നെ പടച്ചു, നീ എന്നെ സൃഷ്ടിച്ചു. വഅന അഅ്ബുദുക, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക വഅദിക, നിന്നോടുള്ള കരാറിലും നിന്നോടുള്ള വാഗ്ദാനത്തിലുമാണ് ഞാനുള്ളത്. വഅബൂലക ബിനിഅ്മതിക അലയ്യ, നീ എൻ്റെ മേൽ ചെയ്ത അനുഗ്രഹങ്ങളെ ഞാനിതാ അംഗീകരിക്കുകയാണ്, നിന്റെ മുന്നിൽ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. മനുഷ്യനായി സൃഷ്ടിച്ചതിനെ, മുഅ്മിനാക്കിയതിനെ, മുസ്ലിമാക്കിയതിനെ, മുത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയാക്കിയതിനെ, ആലിമാക്കിയതിനെ, ആഫിലാക്കിയതിനെ, സ്വസ്ഥത തന്നതിനെ, സുഖം തന്നതിനെ, സൗകര്യം തന്നതിനെ, മറ്റ് പലർക്കും കൊടുക്കാത്ത പലതും, ലോകം കാണാത്ത പടപ്പുകളുള്ള ലോകത്ത് ലോകം കാണിച്ചു തന്നതിനെ, ഇതുവരെ ഒരക്ഷരം ഉരിയാടാൻ കഴിയാത്തവരുണ്ടായിരുന്നപ്പോ നിന്റെ നാവ് കൊണ്ട് നിർഗളം സംസാരിക്കാൻ ഭാഗ്യം തന്നതിനെ, നടക്കാൻ, ഇരിക്കാൻ, പറയാൻ, ചിരിക്കാൻ, കേൾക്കാൻ എല്ലാം വാരിക്കോരി തന്ന ഉടയ തമ്പുരാനെ, എന്റെ മേൽ ചെയ്തു തന്ന നിഅ്മത്തുകളെ ഞാനിതാ സമ്മതിക്കുകയാണ്. എന്നിട്ട് എന്റെ കൂടെ പറയണം, എന്നെ പടച്ച് ഈ ഭൂമിയിൽ വിട്ട് അന്ന് മുതൽ ഇന്ന് വരെ കോടാനുകോടി നിഅ്മത്തുകളെ വാരിക്കോരി മുറിയാതെ തന്നവനെ, നേരം വെളുക്കുന്ന എന്റെ വിരിപ്പിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് വരുമ്പോ എന്റെ ജോയിന്റുകളും എന്റെ സന്ധിപ്പുകളും എന്റെ ശരീരത്തിന്റെ എല്ലാ വ്യവസ്ഥകളും, നാഡീ ചംക്രമണവും ദഹന വ്യവസ്ഥയും എല്ലാ വ്യവസ്ഥകളും കൃത്യമായി പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ ഒഴിവായി പോയി. എനിക്ക് കൃത്യമായി വിശപ്പ് വന്നു, ഞാൻ ഭക്ഷണം കഴിച്ചു, അത് ദഹിച്ചു പോയി. വീണ്ടും ഭക്ഷണം കഴിച്ചു, അതും ദഹിക്കുമാറായി. വീണ്ടും ചായ കുടിച്ചു, ഒപ്പം കടിയിൽ നിന്നു ആസ്വദിച്ചിരുന്നു. എത്ര പേരാണ് ചായയും കടിയിൽ നിന്നിട്ട് അല്ലാഹുവിനെ സ്തുതിച്ചു പോയത്, അൽഹംദുലില്ലാഹ് എന്ന് നന്ദിയോടെ പറഞ്ഞത് എത്ര പേരാ? പക്ഷെ നമ്മൾ ഓർക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, ഓർത്താലും ശരി, ഓർക്കാതിരുന്നാലും ശരി, നിഅമത്തുകൾക്ക് വീഴ്ച വരാതെ വാരിക്കോരി തന്നുകൊണ്ടിരിക്കുന്ന പടച്ചവനെ, എനിക്ക് നീ പുറത്തു തരണേ, എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണേ. പാപം പുറത്തു തരാൻ നീ എല്ലാവരാരുമില്ല റഹ്മാനെ. നീ പുറത്തു തന്നെങ്കിലേ മതിയാകൂ, നീ വിട്ടുവീഴ്ച ചെയ്തു തന്നെങ്കിലേ മതിയാകൂ.
അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയുടെ ഈ പറച്ചിൽ കാത്തിരിക്കുകയാണ്. രാവും പകലും അവനിങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. നടന്നു വന്നാൽ ഓടിച്ചെല്ലാൻ, ഒരു ചാണെടുത്താൽ ഒരു മാറെടുക്കാൻ. എന്റെ അടിമ സുന്നത്ത് ചെയ്ത് ഫർദ് ചെയ്ത് ഇങ്ങനെ എന്നിലേക്ക് വരുമ്പോ ഞാൻ അവനിലേക്ക് ഓടി വരുമെന്ന് പറഞ്ഞ റബ്ബ്, എന്നിലേക്ക് ഇത്തിരി വന്നാൽ ഞാൻ ഒത്തിരി വരുമെന്ന് പറഞ്ഞ റബ്ബ്, എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ ഓടി വരുമെന്ന് പറഞ്ഞ റബ്ബ്, ഞാൻ അവന്റെ കണ്ണാകും, ഞാൻ അവന്റെ കാതാകും, ഞാൻ അവന്റെ കയ്യാകും കാലാകും എന്നൊക്കെ പറഞ്ഞ റബ്ബ്, സ്നേഹവായ്പകളും വാത്സല്യങ്ങളും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഇരിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹയോട് കൂടി ഇരുന്നപ്പോ ഒരു കുഞ്ഞും തള്ളയും ഇരുന്ന് സ്നേഹവായ്പ കാണിച്ചിട്ട് ചോദിച്ചു, ഈ കുഞ്ഞിനെ, ഈ തള്ളക്ക് ഈ കുഞ്ഞിനോടുള്ള സ്നേഹത്തെ കുറിച്ച് എന്ത് പറയുന്നു? ഇതിനേക്കാളേറെ സ്നേഹമാണ് അല്ലാഹുവിന് അല്ലാഹുവിന്റെ പടപ്പുകളോട് എന്ന് പറയും. എന്നല്ല, കുറച്ചും കൂടി മുന്നോട്ട് കയറി പറഞ്ഞാൽ, ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും, നമുക്ക് നമ്മളെ ശരീരങ്ങളോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. നമുക്ക് മറ്റാരടുത്തും ഉണ്ടാകാത്തൊരു കെയറിങ്ങും ഒരു കരുതലും ഒരു സ്നേഹവായ്പകളും സ്വന്തം ശരീരത്തോട് എനിക്കും നിങ്ങൾക്കുമുണ്ട്. പക്ഷേ എനിക്ക് എന്റെ നഫ്സിനോടുള്ള സ്നേഹത്തെക്കാൾ എന്റെ ഈ ശരീരത്തെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാനാകില്ല മുഅ്മിനീങ്ങളെ. അത്തരത്തിൽ എന്റെ ശരീരത്തിനെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാളേറെ, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കരുതുന്നതിനേക്കാളേറെ നിങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട റബ്ബ് നിങ്ങളെ കരുതുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോ ഇനി ഇതിൽ കൂടുതൽ വരുന്ന കരുതൽ ആരാ തരുന്നത്? സുഹൃത്തുക്കൾ തരുമോ? ഭാര്യ തരുമോ? ആര് തരും? നമ്മൾ കൊടുക്കുന്ന കരുതലിനേക്കാളേറെ ഒരാളും കരുതാനില്ലല്ലോ മുഅ്മിനീങ്ങളെ. അല്ലാഹുവിലേക്ക് മടങ്ങുക, അല്ലാഹുവിലേക്ക് ഓടൂ നിങ്ങൾ. അല്ലാഹുവിലേക്ക് ഓടിയെടുക്കൂ നിങ്ങൾ. മറ്റുള്ളവരെ മാറ്റി നിർത്തൂ, ദൂരേക്ക് നിർത്തൂ. ആരും ആർക്കും പ്രയോജനം ചെയ്യാത്ത നിമിഷങ്ങളാ വരാനിരിക്കുന്നത്. മരിക്കുമ്പോ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ചുറ്റുവട്ടത്ത് നിന്ന് വാവിട്ട് കരയലല്ലാതെ ഒരു സംവിധാനങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത മരണം. ഖബറിലേക്ക് പോകുമ്പോ അല്ലാഹുവും അവന്റെ അമലുമല്ലാതെ കൂട്ടില്ലാത്ത ഖബറ്. പിന്നങ്ങോട്ടുള്ള മനുഷ്യരയിലെ ആ ഋഷിന്റെ തണൽ പോയി നിൽക്കുമ്പോ അല്ലാഹുവിനെ ഓർത്ത് കണ്ണുനീര് വാർത്തവർക്കല്ലാതെ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്കല്ലാതെ, പള്ളിയിൽ യഥാർത്ഥമായിട്ട് സജീവമാക്കിയവർക്കല്ലാതെ, ഒരാളും ഒരാൾക്കും ഏതെല്ലാം ബന്ധങ്ങളുടെ കാര്യങ്ങളും മാനദണ്ഡങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ടോ, സർവബന്ധങ്ങളും അവസാനിച്ചു പോകുന്ന പരലോകത്തിന്റെ സംവിധാനത്തിൽ പിന്നെ അവിടെ ഒരാളെ ഉള്ളൂ. ലാ മൽജ വലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക്. ഉറങ്ങാൻ കിടക്കുമ്പോൾ പഠിക്കുന്ന ഒരു ദുആയാണ്, നിന്നിൽ നിന്ന് ഓടിയാൽ നിന്നിലേക്കല്ലാതെ എവിടെ പോകാൻ റബ്ബേ. അതുകൊണ്ട് റബ്ബിലേക്ക് ഓടലേ നിർവാഹമുള്ളൂ, റബ്ബിലേക്ക് തിരിയലേ മാർഗമുള്ളൂ. റബ്ബിനെ സ്നേഹിക്കാനും പേടിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള സീസണാണ് റജബ്. ഈ സീസണിൽ ഇങ്ങനെ ഉപയോഗപ്പെടുത്തില്ലെങ്കിൽ ശഅബാനിൽ മഹബ്ബത്തുർ റസൂലും സ്വലവാത്തുർ റസൂലൊന്നും വരൂല. അത് രണ്ടും വന്നില്ല. റജബും ശഅബാനും നമുക്ക് ഒരു വ്യത്യാസവും വരുത്താതെയാണ് കടന്നു പോകുന്നത് എങ്കിൽ റമളാൻ കൊണ്ട് എന്തെങ്കിലും നേടാമെന്ന് വിചാരിക്കുന്നത് വൃദ്ധാമോഹമാണ്. റമളാൻ ഇങ്ങനെ വരുമ്പോ സ്നേഹത്തോടെ കൊതിയോടെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയായിട്ട് ഹദീസുകളിൽ കാണാം. പക്ഷേ യാന്ത്രികമായി പറയുന്നതിനപ്പുറം കൊതിയുണ്ടോ, ആഗ്രഹമുണ്ടോ, ഇഷ്ടമുണ്ടോ ആ മാസം ഒന്ന് വന്നു ചേരാൻ? റജബിന്റെ ബർക്കത്ത് എന്താണ്? ശഅബാന്റെ ബർക്കത്ത് എന്താണ്? എല്ലാ മാസങ്ങളും ഉണ്ടല്ലോ, പക്ഷെ റജബ് മാത്രം, ശഅബാൻ മാത്രം ബർക്കത്തിന് എടുത്തു പറഞ്ഞത് എന്താണ്? അതാണ് അതിന്റെ ബർക്കത്ത്. റജബിന്റെ ബർക്കത്ത് മഅരിഫത്തുർ റഹ്മാനാണ്, ശഅബാനിന്റെ ബർക്കത്ത് മഅരിഫത്തുർ റസൂലാണ്.
ഹൃദയത്തിന്റെ കാടുകളെ, കാഠിന്യങ്ങളെ, ഹൃദയത്തിന്റെ മാലിന്യങ്ങളെ വകഞ്ഞു മാറ്റി വൃത്തിയാക്കി അവിടെ അല്ലാഹു എന്ന വിത്ത് കൊണ്ടിട്ടിട്ടു. ശഅബാനിൽ വന്നിട്ട് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്നേഹത്തിന്റെ തളിരുകൊണ്ട്, സ്നേഹത്തിന്റെ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് ആ വ്യക്തിനെ വളർത്തിയെടുക്കാൻ പരിശുദ്ധ റബ്ബുമായിട്ട് റമദാനിൽ ഉമ്മത്തിന്റെ മാസത്തിൽ മുനാജാത്ത് ചെയ്യാൻ പറ്റും. ഖദറിന്റെ രാത്രിയിൽ മലക്കുകൾ വന്ന് മുസാഫഹ ചെയ്യുമ്പോൾ ഹൃദയത്തിന്റെ കുളിര് കൊണ്ട് 1000 മാസത്തേക്കാൾ ഉത്തമമായ പരിശുദ്ധ മാസത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റജബിലും ശഅബാനിലും നമുക്ക് ആ ബർക്കത്ത് നൽകുമാറാകട്ടെ. കൊതിയോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥനകൾ നീട്ടിക്കൊണ്ടുപോയി റമദാനിൽ അള്ളാഹു നമ്മുടെ ആഫിയത്തോടെ കൊണ്ടെത്തിക്കട്ടെ. ഒരുപക്ഷെ ജീവിതത്തിന്റെ അവസാനത്തെ റമദാനായിരിക്കും, അവസാനത്തെ റജബുമായിരിക്കും, അവസാനത്തെ ശഅബാനുമായിരിക്കും. ഇനി ഇത് പറയാനോ കേൾക്കാനോ നമ്മളാരും ഈ ലോകത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോൾ, ഓരോ അമലുകളും ചെയ്യുമ്പോൾ ജീവിതത്തിന്റെ അവസാനത്തേതാണ് എന്ന് സങ്കല്പിച്ചാൽ അത് വളരെ ഭംഗിയാകാനും കംപ്ലീറ്റ് ആകാനും കാരണമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലിയത്തുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ചോദിക്കുകയാണ്. വാഹദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.